പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2024 നവംബർ 12 ചൊവ്വ. പ്രധാന വാർത്തകൾ. തെക്കൻ ഷർക്കിയ ഗവർണറേറ്റിലെ സൂർ അൽ ഖാമിൽ പാതയുടെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നതായി ഗതാഗത വാർത്താവിനിമയ വിവരസാങ്കേതിക മന്ത്രാലയം അറിയിച്ചു. 14% പ്രവൃത്തികളാണ് ഇതിനോടകം പൂർത്തീകരിച്ചത്. ഷർക്കിയ എക്സ്പ്രസ് വേയുടെ ഭാഗമായുള്ള പാതയാണിത്. ഇരുവശങ്ങളിലും 3.75 മീറ്റർ വീതിയുള്ള 3 പാതകൾ വീതമാണ് ഉള്ളത്. സൂർ റൗണ്ട് എബൌട്ട് ട്രാഫിക് സിഗ്നലായി മാറ്റുകയും ചെയ്യും. സൂർ നഗരത്തോട് ചേർന്നുള്ള ഭാഗത്ത് 4 പാതകളും ഓരോ വശത്തേക്കും ഉണ്ടാകും. വകുപ്പ് മന്ത്രി എൻജിനീയർ സയ്യിദ് ബിൻ ഹമൂദ് അൽ മൗവലിയുടെ നേതൃത്വത്തിൽ നിർമ്മാണ പ്രവൃത്തികളുടെ പുരോഗതി വിലയിരുത്തി. കാലാവസ്ഥ പതിയെ തണുപ്പിലേക്ക് നീങ്ങുമ്പോൾ യാത്രകൾക്കൊരുങ്ങുകയാണ് സ്വദേശികളും വിദേശികളും. സാഹസിക ദീർഘദൂര യാത്രികർക്കും ഒമാനിലെത്തുന്ന വിദേശ വിനോദസഞ്ചാരികൾക്കും നിർദ്ദേശങ്ങളുമായി പൈതൃക വിനോദ സഞ്ചാര മന്ത്രാലയം രംഗത്തെത്തി. മലകയറ്റം, ട്രെക്കിംഗ് തുടങ്ങിയ സാഹസിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർ നിദ ആപ്പിൽ രജിസ്റ്റർ ചെയ്യണം. സാഹസിക പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന് മന്ത്രാലയം ലൈസൻസുള്ള കമ്പനികളുമായി മാത്രം ചേർന്ന് പ്രവർത്തിക്കണമെന്നും മന്ത്രാലയം ഉണർത്തി. അടിയന്തര സാഹചര്യങ്ങളിൽ രക്ഷാപ്രവർത്തകരുടെ സഹായം ഉടൻ ലഭ്യമാക്കാൻ നിദ ആപ്പ് വഴി സാധിക്കും. ഒറ്റ ക്ലിക്കിലൂടെ ആംബുലൻസ് സേവനം ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ആളുകളിലേക്ക് എത്തുന്ന രീതിയാണ് ഇത് സജ്ജീകരിച്ചിരിക്കുന്നത്. സംസാരിക്കാൻ കഴിയാത്തവരെയും കേൾവി വൈകല്യമുള്ള ആളുകൾക്കും ഈ ഫീച്ചർ ഏറെ ഉപകാരപ്രദമാണ്. അപകടങ്ങൾ, പരിക്കുകൾ, നഷ്ടങ്ങൾ, കെട്ടിടങ്ങളും മറ്റും തകർച്ച, തീപിടുത്തങ്ങൾ, മുങ്ങിമരണം തുടങ്ങിയ അടിയന്തര സാഹചര്യങ്ങൾ ആപ്പിലൂടെ റിപ്പോർട്ട് ചെയ്യാൻ കഴിയും. ഏറ്റവും അടുത്തുള്ള സിവിൽ ഡിഫൻസ് ആംബുലൻസ് കേന്ദ്രം, സമീപത്തുള്ള ആരോഗ്യ സ്ഥാപനം എന്നിവ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു ഇന്ററാക്റ്റീവ് മാപ്പും ഇതിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. സാഹസിക ടൂറിസം പ്രവർത്തനങ്ങൾക്ക് ലൈസൻസുള്ള കമ്പനികളെ മാത്രം തിരഞ്ഞെടുക്കാൻ സഞ്ചാരികളോട് മന്ത്രാലയം ആവശ്യപ്പെട്ടു. സാഹസിക ടൂറിസം ട്രിപ്പുകളും ക്യാമ്പുകളും മറ്റും സംഘടിപ്പിക്കുന്നതിന് അനുമതിയുള്ള കമ്പനികൾ തിരഞ്ഞെടുക്കുന്നതിലൂടെ ശരിയായ സുരക്ഷാ പ്രോട്ടോക്കോളുകൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സാധിക്കുമെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു. ടൂറിസ്റ്റ് ഗൈഡ് കാർഡ് കൈവശമുള്ളവർക്കും ലൈസൻസുള്ള കമ്പനികൾക്കും മാത്രമാണ് ഇത്തരം വിനോദ പ്രവർത്തനങ്ങൾക്ക് അനുമതിയുള്ളത്. ലൈസൻസ് ഇല്ലാതെ സാഹസിക ടൂറിസം നടത്തുകയോ പരസ്യം ചെയ്യുകയോ ചെയ്യുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കും. എല്ലാ ടൂറിസം പ്രവർത്തനങ്ങൾക്കും മന്ത്രാലയത്തിന്റെ അനുമതി ആവശ്യമാണ്. ലൈസൻസ് ഇല്ലാതെയുള്ള എല്ലാത്തരം വിനോദ പ്രവർത്തനങ്ങളും ടൂറിസം നിയമത്തിലെ ആർട്ടിക്കിൾ 8 ലംഘനമാണ്. ലൈസൻസ് ഇല്ലാതെയും മാനദണ്ഡങ്ങൾ പാലിക്കാതെയുമുള്ള ടൂറിസം പ്രവർത്തനങ്ങൾക്ക് 10 ദിവസം മുതൽ 6 മാസം വരെ തടവും 6000 മുതൽ 50,000 റിയാൽ വരെ പിഴയും ലഭിക്കും. ലൈസൻസ് നേടിയ സ്ഥാപനങ്ങൾ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ ഉൾപ്പെടെ വീഴ്ച വരുത്തിയാൽ ശിക്ഷിക്കപ്പെടും. നിയമലംഘനങ്ങൾ നിരീക്ഷിക്കുന്നതിന് അധികൃതർ ടൂർ പരിശോധനകളും നടത്തിവരുന്നുണ്ട്. അനുമതിയില്ലാതെ സാമൂഹിക മാധ്യമങ്ങളിൽ അടക്കം പരസ്യം ചെയ്യുന്നതും നിരീക്ഷിക്കുന്നുണ്ട്. അതേസമയം രാജ്യത്ത് സാഹസിക ടൂറിസം മേഖലയിലെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് നിരവധി വിദേശ വിനോദസഞ്ചാരികളാണ് കടന്നുവരുന്നത്. ഈ മേഖലയിൽ പുതുതായി നിരവധി സ്ഥാപനങ്ങളും ആരംഭിക്കുന്നുണ്ട്. സാഹസിക ടൂറിസം രംഗത്ത് പുതിയ നിക്ഷേപകരെ ആകർഷിക്കുന്നതിന് മന്ത്രാലയവും നടപടി സ്വീകരിച്ചു വരികയാണ്. പർവ്വതനിരകളും കടലും ഉൾപ്പെടെ രാജ്യത്തെ പ്രകൃതിയും ഈ മേഖലയ്ക്ക് ഏറെ അനുകൂലമാണ്. വടക്കൻ ബാത്തിന ഗവർണറേറ്റിൽ പൊതുക്രമസമാധാനം തടസ്സപ്പെടുത്തുകയും സമാധാനാന്തരീക്ഷം നഷ്ടപ്പെടുത്തുകയും ചെയ്ത് വാഹനങ്ങൾ ഓടിച്ച 6 പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസമാണ് സംഭവം. ഒരു സംഘം ഡ്രൈവർമാരാണ് സാഹസിക പ്രകടനത്തിലും ഗതാഗതം താറുമാറാക്കുന്ന പ്രവൃത്തിയിലും ഏർപ്പെട്ടത്. ഇതിന്റെ ദൃശ്യങ്ങളും സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. വടക്കൻ ബാത്തിന ഗവർണറേറ്റ് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് സംഘം അറസ്റ്റിലായത്. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചതായും പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു. നേരത്തെയും സമാന സംഭവങ്ങൾ ഗവർണറേറ്റിൽ അടക്കം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. നൂതന റിമോട്ട് സെൻസിംഗ് AI സാങ്കേതിക വിദ്യയുമുള്ള ആദ്യ ഉപഗ്രഹം വിക്ഷേപിച്ച് ഒമാൻ. ഇന്റർനാഷണൽ ടെലി കമ്മ്യൂണിക്കേഷൻ ഓർഗനൈസേഷൻ സുൽത്താനേറ്റിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത ഉപഗ്രഹമാണിത്. ഇതോടെ ഔദ്യോഗികമായി ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ പങ്കാളിയായി. OL-1 എന്ന പേരിലുള്ള ഉപഗ്രഹ വിക്ഷേപണത്തിന് പിന്നിൽ ഒമാൻ ലെൻസ് എന്ന കമ്പനിയാണ്.
തദ്ദേശീയമായി വികസിപ്പിച്ച AI കമ്പ്യൂട്ടിങ്ങിനായുള്ള ആദ്യത്തെ നൂതന ഒപ്റ്റിക്കൽ ഉപഗ്രഹമാണിത്. ഭൗമനിരീക്ഷണത്തിനുള്ള വിപുലമായ കഴിവുകൾ നൽകുന്നതിന് ലക്ഷ്യമിട്ടുള്ള ഉപഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ആദ്യത്തേത് എന്ന പ്രത്യേകതയും OL-1 ഉണ്ട്. ഉപഗ്രഹ വിക്ഷേപണ മേഖലയിൽ സുൽത്താനേറ്റിന്റെ പുതിയ കുതിപ്പിനാണ് ഇവിടെ തുടക്കം കുറിക്കുന്നത്. പരിസ്ഥിതി നിരീക്ഷണം, നഗരാസൂത്രണം, റിസോഴ്സ് മാനേജ്മെന്റ് എന്നിവയുൾപ്പെടെ ഒമാനിലെ നിരവധി മേഖലകളെ പിന്തുണയ്ക്കുന്നതിൽ ഈ ഉപഗ്രഹം നിർണായക പങ്ക് വഹിക്കും. AI അധിഷ്ഠിത ഡാറ്റാ വിശകലനം നടത്താൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഉപഗ്രഹം ഒമാന്റെ പ്രകൃതിദത്തവും നഗരപരവുമായ പ്രകൃതി ദൃശ്യങ്ങൾ നിരീക്ഷിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും സഹായിക്കുന്ന മികച്ച ചിത്രങ്ങളും നൽകും. തദ്ദേശീയമായി വികസിപ്പിച്ച ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കമ്പ്യൂട്ടിങ്ങിനായുള്ള ആദ്യത്തെ നൂതന ഒപ്റ്റിക്കൽ ഉപഗ്രഹമാണിത്. സുൽത്താനേറ്റിന് ഭൗമനിരീക്ഷണത്തിനുള്ള വിപുലമായ കഴിവുകൾ നൽകാൻ ലക്ഷ്യമിട്ടുള്ള ഉപഗ്രഹങ്ങളുടെ കൂട്ടത്തിൽ ആദ്യത്തേത് കൂടിയാണിത്. ഈ നേട്ടം ദേശീയ വികസനത്തിനായുള്ള സാങ്കേതിക നവീകരണത്തിനും ഡാറ്റ അധിഷ്ഠിത പരിഹാരങ്ങൾക്കുമുള്ള ഒമാന്റെ പ്രതിബദ്ധതയെ എടുത്തുകാണിക്കുന്നതാണ്. ഇത് നിരീക്ഷണശേഷി വർദ്ധിപ്പിക്കുക മാത്രമല്ല, ബഹിരാകാശത്ത് നിന്ന് നേരിട്ട് ദ്രുത വിശകലനങ്ങൾ നൽകുന്നതിന് കൃത്രിമ ബുദ്ധി ഉപയോഗിക്കും. സ്റ്റാർ വിഷൻ എയ്റോസ്പേസ്, മാർസ് ഡെവലപ്മെന്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് കമ്പനി എന്നിവയുമായുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിലൂടെയാണ് ഉപഗ്രഹ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. ഉപഗ്രഹ വിക്ഷേപണത്തോടെ ഒമാൻ ലെൻസിന് പൊതു-സ്വകാര്യ മേഖലകൾക്ക് ഉയർന്ന വേഗതയിൽ പ്രവർത്തനക്ഷമമായ ഡാറ്റ നൽകാനും സമ്പദ് വ്യവസ്ഥയുടെ മൂല്യം വർദ്ധിപ്പിക്കാനും ആഗോള ബഹിരാകാശ മേഖലയുടെ വിപുലമായ സംഭാവനയായി ഒമാനെ ലോകഭൂപടത്തിൽ അടയാളപ്പെടുത്താനും സാധിക്കും. തെക്കൻ ബാത്തിന ഗവർണറേറ്റിലെ റുസ്താഖ് വിലായത്തിൽ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്ക് തീപിടിച്ചു. തിങ്കളാഴ്ച രാവിലെയാണ് സംഭവം. അപകടത്തിൽ ആർക്കും പരിക്കില്ലെന്ന് തെക്കൻ ബാത്തിന ഗവർണറേറ്റ് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. കാറുകൾ പൂർണ്ണമായും കത്തിനശിച്ചു. അഗ്നിശമന സേനയെത്തിയാണ് തീ നിയന്ത്രണവിധേയമാക്കിയത്. കഴിഞ്ഞ ദിവസമുണ്ടായ മറ്റൊരു സംഭവത്തിൽ സീബ് വിലായത്തിലെ മഫേല ഇൻഡസ്ട്രിയൽ ഏരിയയിൽ നിരവധി വാഹനങ്ങൾ കത്തിനശിച്ചിരുന്നു. ആർക്കും പരിക്കുകളൊന്നുമില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി ZD അറിയിച്ചു. പെട്ടെന്ന് തീ പടർന്നത് പ്രദേശത്ത് നിർത്തിയിട്ടിരിക്കുന്ന നിരവധി വാഹനങ്ങൾ കത്തിനശിക്കാൻ ഇടയാക്കി. ICC ക്രിക്കറ്റ് വേൾഡ് കപ്പ് ലീഗ് 2-ൽ ഒമാൻ നെതർലാൻഡ് മത്സരങ്ങൾക്ക് തുടക്കം. ആമിറാത്തിലെ ഒമാൻ ക്രിക്കറ്റ് അക്കാദമി ഗ്രൗണ്ടിൽ നടന്ന ആദ്യ പോരാട്ടത്തിൽ ഒമാൻ 1 റണ്ണിന്റെ വിജയം സ്വന്തമാക്കി. മികച്ച ബൗളിംഗ് പ്രകടനമാണ് ഇരു ടീമുകളും പുറത്തെടുത്തത്. ടോസ് നേടിയ നെതർലൻഡ് ബൗളിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. മസ്കത്തിൽ നിർമ്മാണം പൂർത്തിയാക്കിയ സൈനിക സുരക്ഷാ സേവനങ്ങൾക്കായുള്ള മെഡിക്കൽ സിറ്റി ഹോസ്പിറ്റലിൽ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് രാജകീയ സന്ദർശനം നടത്തി. പ്രതിരോധകാര്യ ഉപപ്രധാനമന്ത്രി സയ്യിദ് ഷിഹാബ് ബിൻ താരിഖ് അൽ സഈദ്, മെഡിക്കൽ സിറ്റി ചെയർമാൻ എൻജിനീയർ ഉദയ് ബിൻ ഹിലാൽ അൽ മൗവലി, മന്ത്രിമാർ, മെഡിക്കൽ സിറ്റി ബോർഡ് അംഗങ്ങൾ എന്നിവർ ചേർന്ന് സുൽത്താനെ സ്വീകരിച്ചു. സന്ദർശനത്തോടനുബന്ധിച്ച് സുൽത്താന്റെ കാർമ്മികത്വത്തിൽ ഉദ്ഘാടന ചടങ്ങുകൾ നടന്നു. സൈനിക സുരക്ഷാ വിഭാഗങ്ങളിലെ ഉദ്യോഗസ്ഥർക്കായി സംയോജിത ആരോഗ്യ സേവനങ്ങൾ ഉറപ്പുവരുത്തുന്നതാണ് മെഡിക്കൽ സിറ്റി. ഒമാനി വാസ്തുവിദ്യയിൽ രൂപകൽപ്പന ചെയ്ത ആശുപത്രിയിൽ അത്യാധുനികവും നൂതനവുമായ ചികിത്സാ സംവിധാനങ്ങളും മെഡിക്കൽ ഉപകരണങ്ങളുമാണ് ഒരുക്കിയിരിക്കുന്നത്. ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകളും വിവിധ സ്പെഷ്യാലിറ്റികളിലെ ഉപകരണങ്ങളും മെഡിക്കൽ സിറ്റി ഹോസ്പിറ്റലിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രഗത്ഭരായ ആരോഗ്യ പ്രവർത്തകരുടെ സേവനവും ഇവിടെ ലഭ്യമാകും. ആശുപത്രിയിലെ ചികിത്സാ സേവനങ്ങളെക്കുറിച്ച് എൻജിനീയർ ഉദയ് ബിൻ ഹിലാൽ അൽ മൗവലി വിശദീകരിച്ചു. കലാലയം സാംസ്കാരിക വേദിയുടെ 14ാമത് പ്രവാസി സാഹിത്യോത്സവിന്റെ ഭാഗമായി കഥ, കവിതാ വിഭാഗങ്ങളിൽ ഏർപ്പെടുത്തിയ ഗ്ലോബൽ കലാലയം പുരസ്കാര ജേതാക്കളെ പ്രഖ്യാപിച്ചു. വിവിധ രാജ്യങ്ങളിലെ പ്രവാസി മലയാളി എഴുത്തുകാരിൽ നിന്നും ലഭിച്ച രചനയിൽ നിന്നാണ് പുരസ്കാരത്തിന് അർഹമായത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.